എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാത്തെന്ത് മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ അക്ഷയ് കുനിഞ്ഞിരുന്ന് ഇങ്ങനെ കരയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. നിനക്കൊക്കെ ഇപ്പോൾ സമാധാനമായല്ലോ, തീർന്നപ്പോൾ സമാധാനമായല്ലോ എന്ന് അവർ ചോദിക്കുന്നു. പരാതി കൊടുത്ത പെൺകുട്ടി ഒരു അമ്മയും അച്ഛനും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അറിയണ്ടേ ഈ പരാതി അവർക്ക് എന്ത് പരാതിയാണുള്ളതെന്ന്. ആ പട്ടികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ വിളി കേട്ടിട്ട് എന്നെ അറിയിക്കുമായിരുന്നു. 16-ാം തീയതി തന്നെ അങ്ങ് കൊന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വിഷമമില്ല. പെട്ടെന്ന് എൻ്റെ ഒരു വളർച്ച. എന്നിട്ടും എൻ്റെ ബ്രദർ പറയും മോനെ CRP ആയാൽ മതി, ശരിക്കങ്ങ് ഫേമസ് ആവരുത്. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ്. സിദ്ധാർത്ഥിനെ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൂക്കോട്ടു നാളെയുടെ മൃഗരക്ഷകന്മാർ ഊക്കോടെ ഹിംസ്രജന്തുക്കളാകെ നന്മയാം വിത്തിനെയുദരേ മുളപ്പിച്ചൊരമ്മ തന്നുള്ളു പിടയുന്നു. നന്മയാം വിത്തിനെയുദരേ മുളപ്പിച്ചൊരമ്മ തന്നുള്ളു പിടയുന്നു. കെട്ടകാലത്തിൻ്റെ രക്തസാക്ഷിത്വമേ, കെട്ടകാലത്തിൻ്റെ രക്തസാക്ഷിത്വമേ, സിദ്ധാർത്ഥനെന്നാണു നിന്റെ പേര്, സിദ്ധാർത്ഥനെന്നാണു നിന്റെ പേര്. ചേച്ചി, ഈ സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ, അവരെ പലരും ഇവിടെ വന്ന് ആഹാരം കഴിച്ചിട്ടുള്ളവരാണ്. ചേച്ചി വിളമ്പി കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? വിളമ്പിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ അവർക്ക് വായിൽ വച്ചു കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആ കൂടെ ഇരുന്ന് അവർക്ക് ആഹാരം കൊടുത്തത്. അല്ലാതെ ഒരു വീട്ടിൽ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്ന് ആഹാരം എടുത്ത് കൊടുക്കുക അത്രയും മാത്രമല്ല ചെയ്തത്. എൻ്റെ മോന് ഞാൻ എങ്ങനെയാണോ ചെയ്ത് കൊടുത്തത്, വായിലെടുത്ത് വായ്ക്കകത്ത് ഞാൻ വെച്ച് കൊടുത്തില്ല. ഞാൻ മോന് അങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മൊത്തം മോനാഹാരം കൂടുതലും ഞാൻ കാപ്പിയൊക്കെ അങ്ങനെ കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ശരിക്കും അക്ഷയെ ഒരു ചേട്ടനെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സിദ്ധുവിൻ്റെ ചേട്ടൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ദേവരാഗിനെ ഞങ്ങളെ ഇളയ അനിയനെന്ന് പോലെ തോന്നിയിട്ടുണ്ട്. ദേവരാഗ് ഞങ്ങൾ പോയപ്പം പരിചയപ്പെട്ടത്, വയനാട് പോയപ്പം പരിചയപ്പെട്ട ഈ 2 കുട്ടികളെയാണ്. വയനാട് പോയപ്പം പരിചയപ്പെട്ടത്. ദേവരാഗിൻ്റെ പാരൻസുമായിട്ട് ഞാൻ അടുത്തിരുന്നു. അങ്ങനെ ദേവരാഗിൻ്റെ പാരൻസിനെ പരിചയപ്പെട്ടിട്ട് ദേവരാഗിനെ പരിചയപ്പെട്ടു. റൂമിൽ അക്ഷയുടെ കൂടെ ഇങ്ങനെ ബെഡിൽ കൊണ്ട് കിടത്തി അടുത്ത് ചേർത്ത് ഇരുത്തിയിട്ട് വന്ന് അങ്ങനെ ഇവർ രണ്ടുപേരുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ദേവരാഗമായിട്ടും അക്ഷയുമായിട്ടും രണ്ടുപേരുമായിട്ടും, അക്ഷയുമായിട്ടും ദേവരാഗമായിട്ടും. അല്ലാതെ ഇവർ 12 പേര് വന്നപ്പോൾ ദേവരാഗും മോനും കൂടെയാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കാറെടുക്കാൻ വേണ്ടി പോയത്. ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ പോയത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും അവിടെ എല്ലാവർക്കും ദേവരാഗിനെ അറിയാം. അപ്പോൾ ഞങ്ങളെപ്പോഴും ദേവരാഗിനെ പറയുന്നത് ഒരു കുഞ്ഞു വാവ, ഞങ്ങൾക്ക് എൻ്റെ ഇളയ ആളിനേക്കാളും ചെറിയൊരു കുട്ടി എന്നുള്ളൊരു തോന്നലാണ്. അത്രയും ക്യൂട്ടാണ് അവന്. അവനും കൂടെ അടിച്ചു എന്ന് ദേവരാഗം അടിച്ചിട്ടുണ്ടോ? ദേവരാഗം അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞതിൽ ഉണ്ടത്. അവൻ എവിടുത്തെ ദേവരാഗം? വയനാടുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറയാമായിരുന്നു. നമ്മളെ തന്നെ അറിയിക്കണമെന്ന് വേണ്ടല്ലോ. പിന്നെ ഇവിടെ വന്ന പെൺകുട്ടികൾ ഏതൊക്കെ സിദ്ധാർത്ഥിൻ്റെ മരണശേഷം വന്ന പെൺകുട്ടികളെയാണോ ഉദ്ദേശിച്ചത്? അതെ. അന്ന് അമ്മോൻ്റെ കൂടെ വന്നത് ദേവരാഗ്, ഇവിടെ കയറിയത് ദേവരാഗ്, അക്ഷയ്, പിന്നെ ഒരു 2-3 പെൺകുട്ടികളും ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അവരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടായില്ല. അപ്പോൾ അക്ഷയുടെ കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ 3 ദിവസവും പിന്നെ ഞാൻ 16, 17, 18 3 ദിവസവും ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാത്തെന്ത് മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ അക്ഷയ് കുനിഞ്ഞിരുന്ന് ഇങ്ങനെ കരയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ദേവരാഗിനെ അറിയാം, അവിടെ പോയതുണ്ട്. അപ്പോൾ അമ്മയും ചോദിച്ചു, മോനെ നിൻ്റെ അടുത്തൊന്നും ഞങ്ങൾ സൂയിസൈഡെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, നിൻ്റെ അടുത്തൊന്നും മോൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അവനും കരയുന്നു. അപ്പോഴായി പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അവരങ്ങനെ പറയുന്നു, അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്ന പോലെ നിനക്കൊക്കെ ഇപ്പോൾ സമാധാനമായല്ലോ, തീർന്നപ്പോൾ സമാധാനമായല്ലോ എന്ന് അവർ ചോദിക്കുന്നു. അവരോട് ഈ അക്ഷയോട് ചോദിക്കുകയാണോ? ഇല്ല, അവർ 3 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും, 3 പേര് നിൽക്കുന്നു. അപ്പം അക്ഷയ് കരഞ്ഞപ്പോൾ ഞാൻ അക്ഷയുടെ ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നു, അവർ തമ്മിൽ. അപ്പം അക്ഷയുടെ കൂടെ ആയിരിക്കണമല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇവരൊരു ടീമായിട്ടാണ് വന്നത്. ഉടനെ തന്നെ അക്ഷയ് നിവരുന്നു, ദേവരാഗ നിവരുന്നു. ഇവർ പെട്ടെന്ന് കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ ഇത് കേട്ടപ്പോൾ
ഉയർന്ന് ഞാൻ നോക്കിയത്, ഇത് ഇങ്ങനെ എന്തിനു പറയുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ അറിഞ്ഞിരിക്കുന്നു എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന്. ഞാൻ അതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം അവരെയൊന്നും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഒരു കേസിൻ്റെ കാര്യത്തിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പരാതി കൊടുത്ത പെൺകുട്ടി ഒരമ്മയോ അച്ഛനോ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അറിയണ്ടേ പരാതി, അവർക്ക് എന്ത് പരാതിയാണുള്ളതെന്ന്. അത് ഏത് പെൺകുട്ടി പേരെന്താണ്? ബെൻസി എന്ന് അങ്ങനെ എന്തോ പറയുന്നു. അപ്പം മോൻ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണം അവൻ ഏത് രീതിയിലാണ് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അവൾ പെൺവലിച്ചു എന്ന് പറയുന്നു, അവൾ പരാതി കൊടുത്തു. മോൻ മരിച്ചതിന് ശേഷം 18-ാം തീയതി 19-ാം തീയതി പരാതി കൊടുത്തു എന്ന് പറയുന്നു. അത് എന്ത് പരാതിയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ടേ, അവൻ എന്ത് ചെയ്തു എന്ന് അറിയണ്ടേ. ഞങ്ങൾ ഒറ്റ ദിവസം രാത്രിയുടെ എന്ന് പറഞ്ഞാൽ ആ 13 അല്ലെങ്കിൽ 14-ാം തീയതി ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്നാണ് അവൻ പറയുന്നത്. ഇവിടെ വന്ന് നിന്നാൽ എൻ്റെ അടുത്ത് പറയും, അമ്മ ഇവിടുത്തെ ചൂടൊന്നും പറ്റില്ല, എനിക്ക് വയനാട് പോലെ ഇനിയും പറ്റില്ലമ്മ, ഭയങ്കര സുഖം അവിടെ. ഈ ഇടയാളിൻ്റെ അടുത്ത് പറയും, എടാ എക്സാം നീറ്റ് എഴുതിയിട്ട് ഗവൺമെൻറ്റിൽ തന്നെ അഡ്മിഷൻ എടുക്കണം, നീ അങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവൻ അത്രയും സഫർ. കാരണം എന്ന് പറഞ്ഞാൽ അവന് പഠിക്കണം, അവൻ ഇവിടെ നിൽക്കണ്ട. അവൻ പറയാം, അമ്മ എനിക്ക് വേർഡിൽ അറിയണോ അമ്മ, എന്നെ PG കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ UG കഴിഞ്ഞിട്ടോ എന്നെ PSC എഴുതാൻ നിർബന്ധിക്കരുത്. അച്ഛൻ്റെ അടുത്തും പറയണം PSC എഴുതിയിട്ട് ഞാൻ പെട്ടെന്നൊരു ചെറിയൊരു ജോലിക്ക് നമ്മൾ ചെന്ന് ചാടരുത്, എനിക്ക് അങ്ങനെ പിന്നെ കുഴപ്പമില്ല, നിനക്ക് വേറെ ബുദ്ധിമുട്ടില്ല, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ പോയിരിക്കും. അവന് വേൾഡ് വൈഡ് ഫണ്ട് വാങ്ങണം, അതിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവന് ഫസ്റ്റ് ഇയർ ആയതല്ലേ ഉള്ളൂ, നമുക്ക് ഇനിയൊക്കെ സമയമുണ്ട്. പക്ഷെ അവന് 1 വർഷം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കോളേജിലെ ക്ലിനിക്ക്, കോളേജിലെ ഫാം, അവിടെ ആനിമൽസിലൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞ് അങ്ങനെ ഉള്ളൊരു പിക്ചറാണ് ഞങ്ങൾക്ക് തരുന്നത്, ഇങ്ങനെ നടന്നു പോയിട്ട്. എന്നിട്ട് ഇങ്ങനെ പറയുമോ, രാത്രി വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ ഇരിയടാ ഇങ്ങനെയൊക്കെ പറയും. അപ്പം തരാം ഇങ്ങനെയൊക്കെ പറയും. നീ ആരുടെ സംസാരിക്കുന്നത്? അമ്മ ഇവിടെ 2-3 പട്ടികളുണ്ട്, ഇങ്ങനെ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, റോഡ് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട്. അപ്പോൾ അവർ ഞാൻ മോനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തതാണോ, അത് നോക്കിക്കോളണമെന്ന്. ഇല്ലമ്മ ഇവിടെ ഉള്ളത് തന്നെയല്ല, അവർക്ക് അറിയാമല്ലോ, ഡോക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആ പട്ടികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ വിളി കേട്ടിട്ട് എന്നെ അറിയിക്കുമായിരുന്നു. അവന് അന്ന് 16-ാം തീയതി രാവിലെ അവിടെ ചെന്ന് ആ ട്രാപ്പിൽ വീഴുന്നത് വരെയും കോളേജിലാരും ചീത്തയല്ല, കോളേജിലെല്ലാവരും നല്ലവരാണ്, അവനെ അറിയാന്നുള്ള എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാം നമ്മളെപ്പോലെയാണ് അമ്മ, എല്ലാം എന്നെപ്പോലെ തന്നെ. ആരെ ചോദിച്ചാലും പറയും നമ്മളെപ്പോലെ തന്നെ, എല്ലാവരും നല്ല കുട്ടികളാണ് അമ്മ. ഇത്രയും പീഡനങ്ങളൊക്കെ മുമ്പ് അനുഭവിച്ചിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ് ഇവിടെ വരുമ്പോൾ ചേച്ചിയോട് എന്തെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും തരുമായിരുന്നില്ല? ഇത് പെട്ടെന്ന് എന്താ സംഭവിച്ചു എന്നങ്ങനെ? എനിക്ക് അതറിയില്ല. എനിക്ക് 8 മാസം കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഇവൻ പറയും റാഗിങ് ഉണ്ടമ്മ, നല്ല രീതിയിലുള്ള റാഗിങ് ഉണ്ട്. അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവന് ഒരു അടി കൊണ്ടിട്ടുള്ള കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ റാഗിങ് നല്ല രീതിയിൽ ഡ്രസ്സ് മാറ്റണ കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്യക്കുപ്പികളെല്ലാം 300-250 കുപ്പികൾ ഒരു ദിവസം അവൻ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഈ വിദ്യാർത്ഥികൾ കുടിക്കുന്നതല്ലേ? സീനിയേഴ്സ് കുട്ടികളുടെ റൂമിനകത്ത് ഉള്ള 280 എണ്ണം വരെ എണ്ണി അടുക്കി വെച്ചിട്ടുണ്ട്. അതും ചെയറിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അതെല്ലാം അവൻ പറയുന്നത് അമ്മ ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ്, അല്ലാതെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല അമ്മ, ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് ഒരു വാക്കുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് പറയാം ബർത്ത്ഡേയിലൊന്ന് അവൻ CRP ആയിരുന്നു ഫസ്റ്റ് ഇയർ. എനിക്ക് CRP ആൾക്ക് പ്രത്യേകിച്ചാണ് ബർത്ത്ഡേ ട്രീറ്റ്, ഇനി എങ്ങനെയാണോ എന്തോ, അതും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഡ്രസ്സൊക്കെ ഊരിപ്പിച്ച് എന്നിട്ട് പിന്നെ വിട്ടു, കുഴപ്പമൊന്നും വേറെ ഒന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊന്നും സങ്കടമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ സിഗരറ്റും സ്നാക്സും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, മദ്യം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ലല്ലോ അമ്മ. അപ്പോൾ ഇവൻ 100-200 രൂപ പോലും വച്ചേക്കില്ല, കയ്യിൽ വച്ചേക്കില്ല, അക്കൗണ്ടിൽ ഇട്ടേക്കില്ല. 100 രൂപ വേണമെങ്കിൽ എന്നെ ഉടനെ വിളിക്കും. അമ്മ സ്നാക്സും സിഗരറ്റും വാങ്ങിക്കൊണ്ട് കൊടുത്തു അവർക്ക്. ഞങ്ങൾ ഫുഡ് കഴിച്ചമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കുറേ റാഗിങ് കാര്യങ്ങൾ പറയും. ഈ റാഗിങ് ഒന്നും അവന് ഒരു ബർഡനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അവൻ പറയില്ലല്ലോ ഇങ്ങനെ എനിക്ക്
അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോകാൻ സമയത്ത് പറയണം എനിക്ക് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും ഇല്ല. ആദ്യമായിട്ട് മാറ്റിക്കൊണ്ട് നിർത്തപ്പോൾ ഞങ്ങളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഹോസ്റ്റലിൽ എല്ലാവരും പോയി, എല്ലാ പാരൻസും പോയി, നിങ്ങൾ പോകുന്നില്ലേ, അങ്ങ് പൊയ്ക്കോ, ഇനി പൊയ്ക്കോ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ഈ ഫുഡ് കഴിച്ച കുട്ടികൾക്ക് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി, ഞാൻ അവിടുന്ന് വാങ്ങി അവരുടെ ഹോസ്റ്റലിൽ കൊടുത്തിട്ട് ഈ റഹാനും അക്ഷയനും അൽത്താഫിനും സൗദവരും എല്ലാവരും കൊടുത്തിട്ട് മക്കളെ നിങ്ങൾ കഴിക്കുക, മോനും കൊണ്ട് ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് 2 ദിവസം അവനവിടെ നിർത്തിയിട്ട് കൊണ്ടാക്കുക. ഞങ്ങൾ അവിടെ റൂമിൽ പോയിട്ട് ഞങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്, മക്കളെ അതില്ലാതാവും പെട്ടെന്ന് എടുത്ത് കഴിച്ചേക്കണേന്ന്. അപ്പോൾ അത്രയും അവൻ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയണമോ ഈ 12 പേർക്കും ഇയാൾക്കൊരു ടേസ്റ്റാണ്, ഇയാൾക്കൊരാൾ ഇഷ്ടം ഇതാണ്, ഇയാൾക്ക് ഇത് ഇഷ്ടമാണ്, ഇങ്ങനെ ഓരോരുത്തരുടെ ലിസ്റ്റ് എനിക്ക് തന്നു. അമ്മ രാത്രി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അമ്മ അയ്യോ അമ്മ ഒരു കാര്യം പറയാൻ മറന്നുപോയി അമ്മ, അവന് ആർക്കും പരിപ്പ് കൂടെ ഇഷ്ടമാണ് അമ്മ. ഞാൻ രാത്രി തന്നെ വീണ്ടും പരിപ്പെടുത്തിട്ട് രാവിലെ അതുവരെ ഉണ്ടാക്കി വെച്ചു. രാത്രി 2-1:30 ആയപ്പോൾ ഇവിടെ എത്തിയത് ഇവർ ട്രിവാൻഡ്രമൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കേക്ക് ഉണ്ടാക്കി വെച്ച് ഞാൻ രാത്രി ഇനിയിപ്പോൾ കഴിക്കണോ വേണോ കഴിച്ചോളാം. അവരതും കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ എൻ്റെ അടുത്ത് പറയും അമ്മ അവർക്ക് ചിക്കനും വേണ്ട മട്ടനും വേണ്ട ബീഫ് തന്നെ വേണം, പക്ഷേ നമ്മുടെ ഫ്രീസറിൽ വാങ്ങിച്ച് വെച്ചത് വേണ്ട, ഞാൻ രാവിലെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയാൽ കിട്ടും. അങ്ങനെ രാവിലെ 5:30 ഈ 2 മണിക്ക് വന്ന് കിടന്നിട്ട് 5:30 എണീക്കുന്നു. ഈ മഴയത്ത് വണ്ടി സ്റ്റാർട്ടായില്ല ഉപയോഗിക്കാതിരുന്നത് കൊണ്ട്. അവൻ നടന്നു പോയി ബീഫ് വാങ്ങിക്കൊണ്ട് വന്ന് എന്നിട്ട് ഡ്രസ്സ് മൊത്തം നനഞ്ഞു. അമ്മ അവർക്ക് ഫ്രഷ് കൊടുക്കണം അമ്മ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഡ്രസ്സ് മാറ്റിയിട്ട് കിടന്നുറങ്ങി. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് 10:30 ആയപ്പം ഇവർക്ക് കൊടുത്തു. ഇവരെല്ലാവരും കഴിച്ച് തീർന്ന് കൈ കഴുകിയതിന് ശേഷം എണീറ്റ് തന്നെ. എന്നിട്ട് അവൻ വരെ കഴിച്ചത്. അപ്പം അത്രയും ആത്മാർത്ഥതയോട് സ്നേഹിച്ചു എന്ന് പറയാൻ പറ്റൂല. അവനെ അതേ അറിയാവൂ. അവനെ സംസാരിക്കാൻ പറ്റൂല, ചിരിക്കാതെ സംസാരിക്കാൻ പറ്റൂല. ഞാൻ എന്ത് പറഞ്ഞിരുന്നാലും അവൻ പാവമ്മ അങ്ങനെ പറയുള്ളൂ. റെക്കോർഡിനൊക്കെ CRP എന്നപ്പോൾ റെക്കോർഡിനൊക്കെ പൈസ വാങ്ങണം. അപ്പോൾ 2-3 പ്രാവശ്യം പൈസ ചോദിക്കുമ്പോൾ 3ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പം ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അമ്മ എങ്ങനെ ചോദിക്കുമല്ലേ അമ്മ അവരുടെ അടുത്തൊക്കെ, ഇനി എങ്ങനെ ചോദിക്കും, എല്ലാവരും കൂടെ എന്നെ വഴക്കുറിയുമോ എപ്പം പൈസ ചോദിക്കുമ്പോൾ. നമ്മൾ ഇങ്ങനെയൊക്കെ ഏറ്റെടുത്താൽ ഇതൊക്കെയാണ് എന്ന് പറയും. പിന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സ് എങ്ങനെ ഏത് ബന്ധത്തിലുണ്ടോ ടൂറ് പോയപ്പം അവരാ വണ്ടി ചെയ്ത് കൊടുത്തത് ഇവർക്ക്. ടൂറെന്ന് പറഞ്ഞാൽ അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരു സീറ്റ് കൊടുക്കുന്ന അങ്ങനെ എന്തോ പറയും അറേഞ്ച് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇവന് കൊടുത്തു സീറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ 2-3 കുട്ടികൾക്ക് ടൂർ വരാൻ കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് ഒരാൾക്ക് കൊടുത്തു. അമ്മ എനിക്കുള്ള സീറ്റിൻ്റെ പൈസ എനിക്ക് തരണം, നമ്മളല്ലെങ്കിലും കൊടുക്കണമല്ലോ, നമ്മൾ അതൊക്കെ കുഴപ്പമില്ല. അപ്പം ഞാൻ മറ്റു കുട്ടികൾക്കോ അത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നുകൂടെ ഷെയർ ഇട്ട് അവരെ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരാൾക്കൊരു ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടിയാണെങ്കിൽ ആ സീറ്റിൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതെങ്ങനെ അവിടെ അടിച്ചു പൊളിക്കാം തന്നെയാണല്ലോ, അടിച്ചു പൊളിക്കാം എന്നേ വിചാരിക്കുള്ളൂ. അവൻ ചെയ്തത് ഇങ്ങനെയാണ്. അതുപോലെ ഈ സിൻജോ ജോൺസൺ ആണ് ഇതിലെ കേസിലെ 1-ാം പ്രതി. ഈ സിൻജോ ജോൺസനെ കുറിച്ച് സിദ്ധാർത്ഥ പറയുകയോ അല്ലെങ്കിൽ ഇവിടെ വരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സിൻജോ എന്നുള്ള ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. അവിടെ SFIയിൽ കുറേ കുട്ടികളുണ്ട്. യൂണിയൻ SFI എന്നല്ല പറയുന്നത്, യൂണിയനിൽ കുറേ പേരുണ്ട്. അവരുടെ അടുത്തൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരെന്തോ പറയും, നമ്മളത് ചെയ്തു വയ്ക്കണം. അപ്പം ഇവനിങ്ങനെ ഒരു SFIയുടെ ഇങ്ങനെ സ്റ്റേറ്റസ് ഇട്ടിരുന്നു എന്തോ ഒരു പിക്ചർ. അപ്പം ഞാൻ ചോദിച്ചു നീ SFI ഒക്കെ ആയാ എന്ന് ചിരിച്ചും കൊണ്ട് ചോദിച്ചു. ഇവന് ഏത് പാർട്ടിയെന്ന് അങ്ങനെ ഒന്നും അറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ പാർട്ടിയെപ്പറ്റി സംസാരിക്കാൻ ആരുമില്ല അവിടെ. അപ്പം അമ്മ അതല്ലമ്മ അവർ പറയുമമ്മ, അത് ഞങ്ങൾ അങ്ങനെ ചെയ്യണം, അവരെന്ത് പറയുന്നോ അത് നമ്മളതങ്ങ് ചെയ്യണം, അങ്ങനെ അവിടെ പഠിക്കാൻ പറ്റുമോ? അമ്മയായിട്ടും വളരെ ഫ്രീ ആയിരുന്നു ചേച്ചി പറയുന്ന കേട്ടിട്ട് സിദ്ധാർത്ഥ്. അപ്പോൾ സാധാരണ ഈ ഏതെങ്കിലും പെൺകുട്ടിയോട് ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഒറ്റ കുട്ടികളായിട്ടില്ല. എനിക്ക് കൂടുതൽ
പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു പേര് പോലും ഇല്ല. ഒരു 5-6 പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു പേര് പോലും ഇല്ല. ഈ ബിൻസിയയുടെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഈ ബെൻസിയൊക്കെയാണ്, അത് ഫോട്ടോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ അത്രയും കൂളായിട്ട് ആ ഗേൾസിൻ്റെ കൂടെ എല്ലാവരുടെയും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവൻ പലരെയും വിളിക്കും, ശരിക്കും കുട്ടികളെ വിളിക്കും, ഗേൾസിനെയും ബോയ്സിനും. അപ്പം ഗേൾസിനെയൊക്കെ വിളിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, എന്നിട്ട് ഇനി അതിങ്ങനെ ചെയ്യാത്ത ഇങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് മോനെ, കുട്ടികളാണ്. ചിലവർക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർ വേറെ രീതിയിലെടുക്കും. ഇപ്പം അമ്മ നിൽക്കാമ്മ, ഞാൻ സ്പീക്കറിലിട്ട് തരാം, അവളുമാർ ഇങ്ങോട്ട് എന്നെ എന്തൊക്കെ പറയുന്നു കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് ഞാൻ പറയും ആയിക്കോ, ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവന്മാർ ഇതിനപ്പുറമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ കാര്യം അറിയേണ്ട കാര്യമില്ല, അവരങ്ങനെ ആ കോളിലെടുക്കുന്നവരാ. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട. രണ്ടുപേരെടുത്ത് ഞാൻ പറയും, സ്കൂൾ ടൈമിലേ ഞാൻ പറയും, ഒരു 5-6 ഒരു പക്വത വന്ന സമയത്ത് ഞാൻ പറയും, മോനെ ഏത് ഗേൾസിൻ്റെ അടുത്തോ ബോയ്സിൻ്റെ അടുത്തോ നിങ്ങൾ എങ്ങനെ വേണോ നടന്നോ, ഒന്നിച്ചിരുന്നോ, ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നടന്നോ, പക്ഷേ ഒരു പേരൻ്റ് പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് അമ്മയെ വിളിക്കരുത്. ഒരു കുട്ടികളെ അമ്മ, ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ അമ്മ അച്ഛനോ നിങ്ങളാൽ ഒരു ഉപദ്രവം വന്നെന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിക്കരുത്, അതിനുള്ളൊരു അവസരം കൊടുക്കരുത്. ഞാൻ രണ്ടുപേരെടുത്ത് ഏത് കുട്ടിയുടെ ഞാൻ പറയുന്ന കാര്യം ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ അത്രയും കെയറോടെ കുട്ടികളെ നോക്കുന്നത്. 10th പാരൻസ് വന്ന് കുട്ടികളുടെ പാരൻസ് എന്ന് പറയും, സിദ്ധു ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മക്കളെ കല്യാണത്തിനോ ഫങ്ഷനോ വിടാൻ വേണ്ടി ഒരു ടെൻഷനും ഇല്ല. 12 മണിയോ 1 മണിയോ ആയിരുന്നാലും അവൻ കൊണ്ടുവരുന്ന സെക്യൂർ ഞങ്ങൾക്ക് അതൊരു വല്ലാത്ത ഫീലിംഗാണ്. അവൻ ഞാനൊക്കെ അവൻ്റെ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നത്, കയ്യിലിങ്ങനെ പിടിച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇവിടെ വന്നാൽ 2 ദിവസമാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യുന്നത് ഞങ്ങളിവിടെ ഇട്ടേക്കും. ഏത് ജോലി പോയിടെ കയറി ചെയ്യുന്നത് അങ്ങനത്തെ ഇത്തിരി കട്ടിയുള്ള ജോലിയെല്ലാം ഇട്ടേക്കും, അവൻ വന്നിട്ടാണ് ചെയ്യുന്നത്. ഇവന് വേറെ സംസാരിക്കാൻ അറിഞ്ഞൂടാ, ഇവന് ദേഷ്യപ്പെടാൻ അറിഞ്ഞൂടാ. ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളവരാ ഇങ്ങോട്ടിപ്പോൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്, ഇതാണോ ഈ മോനായിരുന്നോ എന്ന്. ഇവിടെ ഒരു നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ മകനുമായി ബന്ധപ്പെട്ടൊരു വിഷയം കേട്ടിരുന്നു, എന്തായിരുന്നു അതിനെക്കുറിച്ച്? അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. ഡോക്ടർ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കേട്ടത്, ഡോക്ടർ എന്തായിരുന്നാലും പറഞ്ഞു. ഡോക്ടറുടെ മകനും സിദ്ധാർത്ഥ ഒരുമിച്ചാണോ പഠിച്ചത്? അല്ലല്ല, സീനിയറാണ്. അതേ കോളേജിൽ സീനിയറാണ്. അപ്പം ഒരു ഓഫീസ് ആവശ്യത്തിന് വേണ്ടി എന്തോ ഇവിടുത്തെ വെറ്റിനറി ഓഫീസിലെന്തോ ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടി മോന് ഫസ്റ്റ് ഇയറിൽ നിന്ന് ഇവിടെ നാട്ടിലുള്ളത് കൊണ്ട് മോനും റോഹൻ എന്നാണ് കുട്ടിയുടെ പേര്, റോഹൻ വിളിച്ചിട്ട് റോഹൻ വിളിക്കുന്നു, ഒരു പേപ്പർ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാനിപ്പോൾ നാട്ടിലുണ്ടല്ലോ, ഞാനുണ്ട്, അവനും പിന്നെ വേറൊരു കുട്ടി, ഞങ്ങൾ 3 കൂടി ഈ പേപ്പർ കൊണ്ട് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഞാൻ റോഹൻ്റെ വീട്ടിൽ പോകുന്നു അമ്മ എന്ന് പറയുന്നു. ഞമ്മളൊക്കെ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്തോ സ്നാക്സ് വെള്ളമോ എന്തോ കഴിച്ചു, ആഹാരം എന്തോ കഴിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അപ്പോൾ ഈ ബിന്ദു സുന്ദർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റോഹൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഡോക്ടർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും കൺസൾട്ടിങ്ങിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സിദ്ധാർത്ഥിന് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു റോഹൻ്റെ അമ്മയാണെന്നുള്ളത്. ഈ ഡോക്ടർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കൺസൾട്ടിങ്, തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പോൾ റോഹൻ പറഞ്ഞു നിനക്ക് ഒരു സർപ്രൈസ് തരാൻ തന്നെ. അപ്പോൾ അവനറിയായിരുന്നു മോൻ ഇവിടെയാണ്, ഇതിനടുത്താണ്, ഒരു സർപ്രൈസ് തരാൻ തന്നെയാണ് ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞത്, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞത്. നല്ല കൂളായിട്ടാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മോനെ വിളിച്ചു, അമ്മ ഞാൻ ആരുടെ വീട്ടിലിരിക്കുന്നതെന്നറിയാമോ? ബിന്ദുസുന്ദറിൻ്റെ വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. അമ്മ അതെങ്ങനെ അവിടെ എത്തി? ഈ റോഹൻ ബിന്ദുസുന്ദറിൻ്റെ മോനാണ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ പോകണം, ആൻറ്റി റോഹൻ പറഞ്ഞു ആൻറ്റിയുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പം നോക്കാം മോനെ, ആവശ്യം വരുമ്പോൾ പോകാം, നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇത്രയും അറിവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ചെന്ന് പരിചയപ്പെടാനോ ഒന്നും പോയിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഈ സംഭവം അറിഞ്ഞ് ഡോക്ടർ ഇവിടെ കുറേ സമയം ഇവിടെ വന്നിരുന്നു, എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല, വന്നിരുന്നു കുറേ സമയം ഇരുന്നു, കരഞ്ഞു അങ്ങ് പോയി. എന്നിട്ട് അവിടെ ചെന്നിരുന്നു, ഹാളിൽ ചെന്നിരുന്നിട്ട് കുറേ ഇങ്ങനെ
കേൾക്കുന്നവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. എന്തോ പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ പറയുന്നത്. ഈ ഡോക്ടർ പറഞ്ഞു ബിന്ദുസുന്ദർ. അതെ അതെ, ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആരടുത്ത് ചോദിച്ചാലും അറിയാം. ആദ്യം പറയുന്നു മോന് ചവിട്ടി തുറക്കാൻ നോക്കി, മോന് വിളി കേട്ടു. അപ്പോൾ എൻ്റെ അനിയത്തി ചോദിച്ചു എപ്പോഴാണ് വിളി, രാത്രിയാണോ പകലാണോ? അത് രാത്രി 12 മണിക്കായി അലർച്ച കേട്ടത്. പിന്നെ അവന് പേടിച്ച് പോയി. പിന്നെ എന്തോ എൻ്റെ മോൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. പിന്നെ പറയുന്നു അവൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ എന്ന് വെച്ചാൽ എന്തോ കുറേ കാര്യങ്ങൾ. ഒന്നുകിൽ അവർക്ക് സത്യമാണെങ്കിൽ നമുക്കൊരു ഓർഡറിൽ പറയാൻ പറ്റും അല്ലേ, നമുക്ക് എന്താണ് എന്നുള്ളത്. അത് പിന്നെ ഓർമ്മ വരും. ഇത് അവരെന്തൊക്കെയോ പറയുന്നു, എനിക്കറിയില്ല അവരെന്ത് പറയുന്നു. മകൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമെന്ന് പേടിച്ചായിട്ടാണോ അതോ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിലോ ഒന്നും അറിയില്ല. അവൻ അലർച്ച കേട്ടു എന്നുള്ളത് ഉറപ്പാണ്. അതവരെ എടുത്തു പറഞ്ഞു. ഞാനും അതിവിടെ കിടന്നും കൊണ്ട് കേട്ടു. അപ്പോൾ അനിയത്തി എടുത്ത് ചോദിച്ചു അത് രാത്രിയാണോ മാഡം രാവിലെയാണോ? അല്ല രാത്രി 12 മണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അലർച്ച എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ 16-ാം തീയതി തന്നെ അങ്ങ് കൊന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വിഷമമില്ല. നമ്മളിപ്പോൾ ദിവസം ഓരോ മരണം കേൾക്കുന്നു, അന്നങ്ങ് തീരെയാണ്. ഇതിപ്പോൾ ഞാൻ 16-ാം തീയതി വിളിക്കുന്നു, മോനെ കാപ്പി പിടിച്ചു, അതിനുശേഷം ഞങ്ങൾ കുടിക്കുന്നത്. ആ സമയം ഒരു നുള്ളു വെള്ളം പോലും കുടിച്ചിട്ടില്ല. 18-ാം തീയതി അവൻ ആഹാരം കഴിക്കാൻ എണീക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു സിദ്ധു കഴിക്കാൻ പോകുന്നു, നമുക്ക് കഴിക്കാൻ. അത്രയും കേട്ട ഞാനാ. എന്നിട്ട് ഞാൻ ഇളയാൾക്ക് ഞാൻ ആ ഫുഡ് കൊടുക്കുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവന് വായിൽ വെച്ച് കൊടുത്തിട്ട് എനിക്കെന്തോ ഇറങ്ങുന്നില്ല, പിന്നെ കഴിക്കാൻ ഇപ്പോൾ വേണ്ട, അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് വച്ചു. കഴിച്ചിട്ട് ചോദിച്ചു ഇനിയിപ്പോൾ എപ്പോൾ? അപ്പോൾ 1 മണി അപ്പോൾ സംഭവം നടന്നു. 12:10 ഞാൻ വിളിച്ചത്. എന്നിട്ട് വിളിച്ചാൽ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കാം. അതിന് മുമ്പെയാണ് കോൾ വന്നത്. എന്നിട്ട് ഞാൻ അക്ഷയ വിളിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് 5 മണിയായപ്പോൾ അക്ഷയ വിളിച്ചിട്ട് മോനെ എന്ത് പറ്റി? സിദ്ധുവിന് എന്താ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ കാണണം, ഡോക്ടറെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, നീ എങ്ങനെയെങ്കിലും ഫോണൊന്ന് കൊടുക്കും. അക്ഷയ് പറയാണ്. എന്നിട്ട് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ അകത്തോട്ട് കയറിട്ട് ഞാൻ എന്നിട്ട് കൊടുക്കാം. ആ നിമിഷം വരെ അവൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ഷയ് 16-ാം തീയതി ഞാൻ വിളിച്ചപ്പം സിദ്ധു കിടക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എങ്ങനെ കിടന്നു എന്നുള്ളത് എൻ്റെ സംശയമല്ല, അങ്ങനെയാണല്ലോ. 16-ാം തീയതി രാവിലെ അവിടെ എത്തുന്നു അവൻ. ആ സമയം അവനെ വീഴ്ത്തി. അതിനുശേഷം അവൻ ഫോണിൽ ഞാൻ അവന് ഇൻട്രസ്റ്റുള്ള കുറേ കാര്യങ്ങൾ പറയണം. എന്ന് വെച്ചാൽ അവൻ്റെ മറുപടി എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പോൾ എല്ലാം നോക്കാം, ഓക്കെ പഴയതുപോലെ പുള്ളി ആക്റ്റീവായിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കി വീണ്ടും വിളിക്കുകയാണ് ഞാൻ. എന്നിട്ടും അപ്പോൾ അക്ഷയ് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വന്ന് കിടന്നു. അപ്പോൾ ഇവന് മാത്രമുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അങ്ങ് അത് മാറും. അതുപോലെ അമ്പലത്തിൽ വന്നതാണ്, എന്നിട്ട് തിരികെ പോയതല്ലേ, അപ്പോൾ അവന് ഭയങ്കര വിഷമമായിരിക്കും. ഞാൻ എന്നിട്ട് ചോദിക്കുന്ന മോനെ റഹാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ പേപ്പർ കൊടുക്കണ്ടെന്നെങ്കിൽ മക്കൾക്ക് ഇവിടെ നിൽക്കായിരുന്നു അല്ലേടാ. അപ്പം അതൊക്കെ വിടമ്മ. ഒന്നും അവന് സംസാരിക്കാൻ പറ്റാത്ത ഒരു വലിഞ്ഞ് മുറുകിയുള്ള അവസ്ഥയിലായിരുന്നു. അവനൊന്നും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തോ ഒരു പേപ്പർ ഇവിടെ ഒരു ഡ്രസ്സ് എന്തോ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. ഇവൻ്റെ മറുപടിയൊക്കെ അതിന് കാശ് കൊടുത്തായിരുന്നു. അതാ ഞാൻ അതിൻ്റെ റെസിപ്റ്റ് മാത്രം കൊടുത്തിട്ടില്ല. അത് ഞാൻ ഓക്കെ ഞാൻ വാങ്ങിക്കോളാം. പക്ഷേ ഇത് ഞങ്ങൾ മുമ്പേ കണ്ടില്ലെന്നേ ഉള്ളൂ. അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെനിക്കിപ്പോൾ വിഷമം പോയതിലല്ല, സത്യം. ഞങ്ങൾക്ക് 20 വർഷം ഞാൻ ഇവിടെ ഇരുന്ന് ഒരു നല്ലൊരു വ്യക്തി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനൊരു ഡിവൈൻ ടച്ചുണ്ട്, ഒരു അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഇത് പുറത്തൊന്നും വരില്ലായിരുന്നു. അവനെ വളർത്താൻ നിങ്ങൾക്ക് 20 വർഷം ദൈവം തന്നതാണ്. അമ്മയുടെ സ്വഭാവത്തിനെ അവനെ വളർത്താൻ പറ്റുള്ളൂ.
അമ്മയ്ക്ക് അത് സഹിക്കാനും പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സഹിക്കാം. എത്രയോ അമ്മമാർ സഹിക്കുന്നു മക്കൾ പോയിട്ട്. പക്ഷേ ഇത് ഞാൻ ഓരോ വിളിക്കും. അവൻ 15-ാം തീയതി വരെയും എല്ലാ കുട്ടികളും നല്ലതാണ്. അവിടുത്തെ അമ്മമ്മ അത് നല്ല, ഇവിടുത്തെ അമ്മമ്മ അത് നല്ലതാണ്. ഏത് നാട്ടിലുള്ള എല്ലാവരും നല്ലതാണ്. ക്ലാസ്സിൽ ഒരു സാറന്മാരോ ഒരു കുട്ടികളോ ഒരുത്തരും ചീത്തയില്ല. അത് അവിടെ ഉള്ള അനിമൽസ് വരെ നല്ലതാണ്. അവിടെ ഒരു കുതിരയ്ക്ക് എന്തോ കാലെന്തോ സുഖമില്ല. അതിൻ്റെ കാര്യം വന്ന് ഇവിടെ വന്നിന്ന് കരയും. അമ്മ നമുക്ക് തന്നെങ്കിൽ നമുക്ക് വളർത്തായിരുന്നല്ലേ അമ്മ, അതിന് ഒന്നും അവരൊന്നും നോക്കാത്ത. ഗവൺമെൻറ്റിൽ എന്ത് കാശുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, അവരെന്താണോ ഒന്നുമില്ലേ ചെയ്യാത്ത. ഇത്രയും പാവം പിടിച്ച ഒരു കുട്ടിയെ ഇതുപോലൊരു ഫ്രണ്ടിനെയോ ഇതുപോലൊരു കുട്ടിയോ ആ കോളേജിനോ കൂട്ടുകാർക്കോ കിട്ടില്ല. എന്നിട്ട് ഒരു കുട്ടികളാരെങ്കിലും വിളിച്ചിരുന്നുവെങ്കിൽ, ഒരു കുട്ടിയോ അവരുടെ പാരൻ്റ് ആരെങ്കിലും എന്നെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം മൊത്തം ഞങ്ങളിവിടെ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം ഇത്രയും പ്രാർത്ഥന ഉള്ള ഒരു കുട്ടിയുടെ അമ്മയല്ലേ, അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്നാലും ഇതെല്ലാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ശാപം അവർക്കുണ്ട്, തിരിച്ചതുപോലെ അവർക്കുണ്ട്. ആരൊക്കെ കണ്ടു നിന്നവർ, ഞാനിപ്പോൾ കണ്ടു നിന്നവർ വരെ എൻ്റെ മുന്നിൽ കുറ്റക്കാരാണ്. കണ്ടു നിന്നവർ വരെ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പം അങ്ങനെ പറയാനേ പറ്റില്ല. എനിക്ക് കണ്ടു നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയരുത്. അത് ഭയങ്കര പാപമാണ്. കയ്യിലാണ് ഫോണിരിക്കുന്നത്. എന്നെ വിളിക്കണ്ട, അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മ സിദ്ധുവിന് ഇങ്ങനൊരിതുണ്ട്, അമ്മ ഒന്ന് അറിയിച്ചാൽ മതി, ഞങ്ങളാരും പറഞ്ഞതൊന്നും വേണ്ട, ഞങ്ങളൊന്ന് ചെന്നെടുത്തിട്ട് മോനെ കൊണ്ടുവരുമായിരുന്നല്ലോ, പഠിപ്പിക്കണ്ട. അവന് അഡ്മിഷൻ കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞമ്മ എന്നെ ഇനി റിപ്പീറ്റ് ചെയ്യിപ്പിക്കല്ലേ അമ്മ, എനിക്കിത് വേണം, എനിക്ക് വെറ്റിനറി പഠിക്കണമ്മ. എനിക്ക് ഒരു 11 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ MBBS കിട്ടുമായിരുന്നു. അപ്പോൾ അല്ലാതെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഓടിച്ചാടി പോയല്ല. അഗ്രികൾച്ചർ വെള്ളയാണ് കിട്ടിയതാണ്, തൃശ്ശൂരിലും BDS കിട്ടിയതാണ്. ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെറ്റിനറി കിട്ടിയമ്മ, ഞാൻ ഇനി എന്നെ വേറെ ഒന്നിനും വിടരുത്. കോളേജിൽ പോയപ്പം അങ്ങ് എന്തോ ഒരു വല്ലാത്ത ലോകത്തായിരുന്നു അവൻ. പെട്ടെന്ന് എൻ്റെ ഒരു വളർച്ച. എന്നിട്ടും എൻ്റെ ബ്രദർ പറയും മോനെ CRP ആയാൽ മതി, ശരിക്കങ്ങ് ഫേമസ് ആവരുത്. ഇല്ല അമ്മ, ഞാൻ എല്ലാവരും എന്നെ വിളിക്കും എല്ലാത്തിനും. ഡോക്ടർ പോയി 2 ആഴ്ചയായപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം കണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആർക്കെങ്കിലും പറ്റുമോ, ഞാനത് കണ്ടമ്മ എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു ക്രേസാണ്. എന്നിട്ട് ഇടയ്ക്ക് ഫോണില്ലാതായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ ഫോണ് പോയമ്മ. അപ്പോൾ ക്യാമറയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഈ ഫോണ് ഒന്ന് നോക്കാം മക്കൾ, അവിടെ നിന്നൊന്നും വാങ്ങണ്ട, ഇവിടെ വാ എന്ന് പറഞ്ഞു. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞമ്മ ഫോൺ 500 രൂപ കൊടുത്തപ്പോൾ ഫോൺ ക്ലിയറായി, ഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ വയ്ക്കണ്ട, ഇനി നമുക്ക് ക്യാമറയുടെ കാര്യം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഓക്കെ നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ എന്ത് ചിലവുണ്ടെങ്കിലും അവൻ അതെല്ലാം കുറയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ ക്യാമറ വാങ്ങണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണ്ടേ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു പുതിയത് വാങ്ങണ്ട, പുതിയത് നല്ല പൈസ ആവില്ലേ അമ്മ, 1.5 ആവൂലേ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മക്കളെ. അങ്ങനെ എൻ്റെ ഒരു കസിൻ ദുബായിലുണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ട് റേറ്റ് വരെ ചോദിച്ചെല്ലാം വെച്ച്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ അടപ്പിന് അങ്ങോട്ട് പോകാനിരുന്നേ, ഞാൻ ഇളയാളും വയനാട്ടിലേക്ക് അല്ല ദുബായിലേക്ക് പോയിട്ട് വരുമ്പം അവന് വാങ്ങിക്കൊണ്ട് കൊടുക്കാം. അവന് ക്യാമറ ഫോട്ടോ എടുക്കുക അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അവന് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചാൽ അവൻ്റെ മൊബൈൽ നോക്കിയാൽ അറിയാം. ശരിക്കും ഒരു പ്രോഗ്രാമിന് എന്തോ എവിടെയോ പാലക്കാട് എന്തോന്നോ ഒരു പ്രോഗ്രാമിന് ഇവിടെ വെറ്റിനറിയാണ് ഡയറിയുടെ ബിടെക്കിൻ്റെ എന്തോ മോന് പോകാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ വന്നിട്ട് ഇവൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി മോനെ? എടാ പ്രോഗ്രാം കഴിഞ്ഞു, പക്ഷെ നല്ലൊരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് ആർക്കും നല്ലൊരു ഫോട്ടോ കിട്ടിയില്ലടാ എന്ന് പറഞ്ഞിട്ട് അമ്മ അവരെല്ലാവർക്കും കൂടെ ഭയങ്കര സങ്കടം അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നല്ലൊരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലടാ.
ഇവിടെ വന്ന് ഫുഡ് ഇവിടെ നിന്ന് കഴിച്ച് അൽഫാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബ വീട് മോനെ കൊണ്ടുപോയി അവിടെ പോയി അൽഫാമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുട്ടികളും കൂടെ ദേഹത്ത് വെച്ചു എന്ന് പറയുമ്പോൾ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം അതിനുള്ള ഉത്തരവ് ഇട്ട് വന്നു വൈകുന്നേരത്തോടു കൂടി. പക്ഷേ അതിൽ പിന്നീട് തിരിമറികളൊക്കെ നടന്നെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. നീതി കിട്ടുമെന്ന് ചേച്ചിക്ക് പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ CBIക്ക് വീണ്ടും പെർഫോമെല്ലാം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. CBI ഏറ്റെടുത്തിട്ടില്ല. അവർക്കിനി കുറേ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. പ്രതീക്ഷിക്കുന്നു ഏറ്റെടുക്കും. ഒരു ശിക്ഷ അവർക്ക് വാങ്ങി കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെ വീണ്ടും ഇറങ്ങാൻ തയ്യാറാണ്. ഇന്നല്ലെങ്കിൽ നാളെ. അതും ആ ഹസ്ബൻഡ് നാളെ തന്നെ പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനില്ലാതെ ഒരിടത്തും പോകണ്ട, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഫ്രണ്ടിൽ വേണം, കുറച്ച് ഒരാഴ്ചയും കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ എന്നുള്ള രീതിയിലിരിക്കുക. എന്തായാലും വിഷമിക്കണ്ട, നമ്മൾ അങ്ങനെ പറയാൻ കഴിയൂ. പക്ഷേ ഞങ്ങളെല്ലാവരും, ഈ കേരളം, ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓരോ വാർത്തയ്ക്കും ഒരായുസുണ്ട്. അത് കഴിഞ്ഞാൽ പുതിയ വാർത്തകൾ ആ സ്ഥാനത്തെത്തും. പക്ഷേ സിദ്ധാർത്ഥ് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു വേദനയായി എന്നുമുണ്ടാവും, ഇപ്പോഴുമുണ്ട്, എന്നുമുണ്ടാവും. ഒരിക്കലും ഈ വാർത്ത നിലയ്ക്കരുത് എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് നെടുമങ്ങാട്ട് ഇവിടെ സിദ്ധാർത്ഥൻ്റെ വീട്ടിലെത്തിയത്. കേരളത്തിലെ ഓരോ അമ്മമാരും, ഈ പ്രതികളെന്ന് പറയുന്ന മൃഗങ്ങളുടെ അമ്മമാരും ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ? കേരളത്തിലെ എല്ലാവരും, ഇതൊരു വൈകാരികമായ പ്രകടനമല്ല, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നീറ്റിലായി ഉണ്ടാവും സിദ്ധാർത്ഥെന്നും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മകൻ്റെ ആത്മാവിന് നീതി കിട്ടണം എന്ന് കരുതി പോരാടുന്ന ഈ അച്ഛനോടും അമ്മയോടും നമുക്കെപ്പോഴും നമുക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഇവരോടൊപ്പം ഉണ്ടാവണം. അത് മാത്രമേ പറയാനുള്ളൂ.